എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ചിന്തകളുടെ റിമോട്ട് കൺട്രോൾ നമ്മൾ വേറൊരാൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ആണോ? അവർ പിടിച്ച് ഞെക്കി. ഓക്കെ, എന്നാൽ നിങ്ങളുടെ ചിന്തകൾ ഇപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആവട്ടെ. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ചിന്തകൾ കുറച്ച് ബാക്കിലോട്ട് പോട്ടെ. ആണോ? വേറെ ആരെങ്കിലും ആണോ നിങ്ങളുടെ ചിന്തകളുടെ റിമോട്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും? നിങ്ങളാണ് നിങ്ങളുടെ ചിന്തകളുടെ റിമോട്ട് കൺട്രോൾ കൈപ്പിടിച്ചിരിക്കേണ്ടത്. നിങ്ങൾക്കേ സാധിക്കും. ഈ പലപ്പോഴും പല കാര്യത്തിനും നമുക്ക് എളുപ്പമുള്ളൊരു കാര്യം മറ്റൊരാളിലേക്ക് പഴി ചാരുന്നത്. സത്യത്തിൽ അവരെന്നെ വിഷമിപ്പിച്ചു, ഇവരെന്നെ വിഷമിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ? ആരാണ് വിഷമിപ്പിക്കുന്നത്? വിഷമിപ്പിക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ വിഷമിക്കാൻ നമ്മൾ നിന്നു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൽ എല്ലാവർക്കും പല പ്രശ്നങ്ങളും വരാം, പല മിസ്റ്റേക്കും പറ്റാം. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഓരോന്നും പാഠങ്ങളാണ് അല്ലേ? ഓരോ മിസ്റ്റേക്ക് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഓരോ അനുഭവവും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല അനുഭവം നല്ല രീതിയിൽ, മോശമായ അനുഭവം എന്ത് ചെയ്യരുത്, എങ്ങനെയൊക്കെ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവാണ് നമുക്ക് നൽകുന്നത്. ഇങ്ങനെ വ്യക്തമായ അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളെ പഴിചാരാതിരിക്കുക. ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങളാണ് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. അത് ഈ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായി എനിക്ക് എന്നും ഇങ്ങനെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത്, എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് കുഴപ്പങ്ങളുണ്ടോ, ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് നോക്കണം. അത് നോക്കാണ്ട് നമ്മളിങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്നല്ല. ഒരു മിറാക്കിളും നമ്മൾ വർക്ക് ചെയ്യാതെ വന്നാൽ വരില്ല. ഏതു കാര്യത്തിലും നമ്മുടെ ഒരു വർക്ക് ഉണ്ടാവണം. പക്ഷെ നമുക്ക് വേണ്ടിടത്ത് തന്നെ വർക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇവിടെ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ എവിടെയാണോ ഇതിൻ്റെ 4 പുറം തന്നെ നമ്മൾ ഇത് കിട്ടണം, ഇതാണ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ചുറ്റുപാടുകളിൽ തന്നെ നമ്മൾ നിന്ന് വർക്ക് ചെയ്ത് കൊണ്ടുവരണം. ഇനി ദൂരെയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണമെങ്കിൽ വ്യക്തമായ ഒരു പ്ലാനിങ് നമുക്കുണ്ടാവണം, അവിടേക്ക് എത്തണം എന്നുള്ളത്. അതാണ്. പിന്നെ ജയവും തോൽവിയൊക്കെ അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട്, ഞാൻ പലപ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോൾ, ഇപ്പോഴത്തെ ചില കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു ക്യാമ്പിന് പോയ സമയത്ത് അവിടെയും ഒരു കുട്ടി, ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, പൈസ മാത്രമല്ല മാഡം, പൈസ കിട്ടുക എന്നുള്ളതല്ല. അപ്പോൾ വേറെ കുട്ടികൾ പറയുന്നുണ്ട് പൈസയ്ക്കല്ലേ കുറേ സാധനങ്ങൾ വാങ്ങാൻ കിട്ടുക. അപ്പോൾ പറഞ്ഞു പൈസയ്ക്ക് സാധനങ്ങൾ മാത്രം കിട്ടിയോണ്ട് കാര്യമുണ്ടോ? പൈസ കൊണ്ടല്ല, സ്നേഹം വേണം, എല്ലാവരെയും എനിക്ക് സഹായിക്കാൻ പറ്റണം. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ചിന്താഗതികൾ ഇന്നത്തെ കുട്ടികളിൽ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. വളരെ റിച്ചായ ഒരു മനുഷ്യൻ, പൈസ വേണം, ശരി, ഓക്കെ. ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഇല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്കിന് പോയി. ഇയാൾ നടന്നു പോകുന്ന സമയത്ത് ഇയാൾ ബോധം കെട്ടിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇയാൾ താഴെ വീടും. വളരെ പാവപ്പെട്ട, അത്രയ്ക്ക് പൈസ ഒന്നും ഇല്ലാത്ത, അത്രയും കണ്ടീഷൻ കുറഞ്ഞ ഒരാൾ അതുവഴി വരണം. അവിടെ വന്നിരുന്നിട്ട് ഇയാൾ അവിടെ കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളമുണ്ട്. ആ മനുഷ്യൻ കിടക്കണ മനുഷ്യൻ ഭയങ്കര റിച്ചായ ആളാണ്. ഇതൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ഒരു സാധാരണ കുപ്പിയിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഈ സാധാരണ കുപ്പിയിൽ വെള്ളവും പിടിച്ചു നിൽക്കുന്ന ഈ സാധാരണ മനുഷ്യനൊരു മനുഷ്യത്വം ഉണ്ടാവണം, ഈ മനുഷ്യനോട് സഹായിക്കാൻ ആ മനോഭാവം ഉണ്ടാവണം അല്ലേ ഈ പൈസക്കാരൻ. അല്ലെങ്കിൽ ഈ പൈസ കുറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ എവിടെയൊക്കെ വീഴാം, എന്തൊക്കെ പറ്റാം, നമ്മൾ എവിടെ കിടക്കണോ അവിടെ മുഴുവൻ നമ്മുടെ ആളുകളല്ല, നമ്മുടെ ചുറ്റുമുള്ള സാധാരണ ഒരുപാട് മനുഷ്യർ വരും. മനുഷ്യർ ആണ്, പെണ്ണ് ഇന്ന ജെൻഡറൊന്നുമില്ല, ജാതി മതമൊന്നും പൊളിറ്റിക്സും ഇല്ല, സാധാരണ മനുഷ്യർ എന്ന് പറയുന്ന ആൾക്കാർ. അവരുടെ ഉള്ളിൽ ആ ഒരു മനുഷ്യത്വം ഉണ്ടാവണം, ഹ്യൂമാനിറ്റി. അയ്യോ, ഒരു മനുഷ്യൻ വീണ് നടക്കണം, ഈ മനുഷ്യനൊന്ന് രക്ഷിക്കട്ടെ എന്ന് പറയാൻ തോന്നണം അല്ലേ? അപ്പോൾ പണം ഉണ്ടായതുകൊണ്ട് അവിടെ ശരി, പണം ആവശ്യത്തിനുണ്ട്, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ഈ പണം കൊണ്ട് അയാൾക്ക് വല്ല ഉപകാരം ഉണ്ടാവുമോ? ഞാൻ വെറുതെ ചോദിക്കാം നിങ്ങളോട്. ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇനി ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചിട്ടുള്ള പിന്നെയുള്ള കാര്യങ്ങൾക്ക് ഇയാളുടെ പൈസ കൊണ്ട് അയാൾക്ക് ഉപയോഗമായി എന്ന് വരും. അപ്പോൾ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട പൈസ 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 ഇത് മാത്രം ആവരുത്. പൈസയ്ക്ക് അപ്പുറത്തുമുള്ളൊരു കാര്യമാണ് ഈ ഹ്യൂമാനിറ്റി എന്നുള്ളതും മറ്റൊരാളെ മനസ്സിലാക്കാനും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കാനും ഉള്ള ഒരു കഴിവ്. ഒരാൾ ഭയങ്കര വലിയ ആൾ അല്ലെങ്കിൽ മറ്റൊരാൾ അയാളെക്കാളും ചെറിയ ആൾ, അങ്ങനെയൊന്നും ഇല്ലപ്പാ. ഒരാൾക്ക് പകരം മറ്റൊരാളെ വെക്കാൻ നമുക്ക് സാധിക്കില്ല. പറ്റുമോ? പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഈ ഉയർന്നതും താഴ്ന്നതും ഒക്കെ കൊണ്ടുവരുന്നത്?
മനുഷ്യൻ്റെ മനസ്സിലാണ് ഓരോ ഉയർച്ചയും താഴ്ചയും, സ്വഭാവങ്ങളിൽ, പേഴ്സണാലിറ്റികളിൽ, നമ്മുടെ ചിന്താഗതികളിൽ, ഇതിലൊക്കെയാണ് ഈ ഉയർച്ച താഴ്ച കിടക്കുന്നത്. എന്താണ് കാര്യം? ഇത് മനസ്സിലാക്കുന്നതും നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി താഴോട്ട് വരാൻ പറ്റും. നമ്മൾ വളരും തോറും നമ്മൾ വളർന്ന ആ ഒരു സാഹചര്യത്തെയും നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിനെയും കുറിച്ച് മനസ്സിലാക്കണം. ഈ നാട്ടിൽ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ നാടിനോടൊരു ബഹുമാനം ഉണ്ടാവുക, ഈ നാടിനോട് സ്നേഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചുമതലയാണ്. ഞാൻ പഠിക്കുന്ന സ്കൂളിനെ സ്നേഹിക്കുക, എൻ്റെ സ്കൂളിനോടൊരു ബഹുമാനം, എൻ്റെ സ്കൂളിനെ സൂക്ഷിക്കുക, എൻ്റെ വീടിനോട്, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിനോട്, എൻ്റെ നാടിനോട് ഇങ്ങനൊരു സ്നേഹം നമുക്കുണ്ടാവണം. ഇതില്ലാണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ വരുന്നത്. എന്തുകൊണ്ട്? മതപഠനങ്ങൾ, രാഷ്ട്രീയ പഠനങ്ങൾ, അങ്ങനെ പല രീതിയിലേക്ക് പോകുന്ന സമയത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വലിയ പാഠങ്ങൾ എന്താണ്? മനുഷ്യനാവാൻ. പണ്ട് നിന്നും ഒരുപാട് വിദ്യാഭ്യാസം കൊടുത്ത് നല്ലൊരു നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആളുകളുടെ ചിന്താഗതിയിലെ നെഗറ്റീവ് ഇൻജെക്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് പോവാം. നമ്മൾ ആരെയൊന്നുമില്ല, നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവരുടെ പ്ലേറ്റിൽ നിന്നും ഇവിടെ നിന്നൊക്കെ കഴിച്ചുള്ള ഒരു ബാല്യകാലം, അയിത്തവും തൊട്ടു നീണ്ടായ്മയും ഒക്കെ മാറ്റി പല രീതിയിൽ നിന്നും ഉയർന്നു വരുമ്പോൾ വീണ്ടും ചില ആളുകളിലേക്ക് നമ്മൾ താഴോട്ട് പോവാം ചിന്താഗതിയിലൂടെ. മനുഷ്യനെ തന്നെ വളരെ ക്രൂവലായിട്ട് കൊന്ന് വെട്ടി നുറുക്കുന്ന അവസ്ഥ. കുട്ടികൾക്കിടയിൽ ഒരാളെ അവർക്കിടയിൽ ദ്രോഹിക്കുമ്പോൾ ഈ ഒത്തൊരുമ എന്ന് പറഞ്ഞതില്ല. അവർ നോക്കിക്കാണുകയാണ്. എന്താണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ആവുന്നത് എന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഓരോ മുതിർന്ന ആളുകളുടെയും ശ്രദ്ധ എത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കുട്ടികളിലേക്ക് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത രാഷ്ട്രീയ മതപരമായ വിഷങ്ങൾ കുത്തിവെക്കാതിരിക്കുക. ജാതി മതഭേദമില്ലാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് വളരാൻ സമ്മതിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയ ചിന്തകളും നിങ്ങളുടേതായ മതപരമായ ചിന്തകളും ഒക്കെ ഉണ്ടെങ്കിൽ ആയിക്കോളൂ, ഒരു കുഴപ്പമില്ല. അതിനെ ആ രീതിയിൽ ബഹുമാനിക്കുക. എൻ്റെ മതം നല്ലത്, മറ്റൊരാളുടെ മതം ചീത്ത അരുത്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം വലുതാണ്. ഈ വിശ്വാസങ്ങളിൽ അന്ധവിശ്വാസം വരുന്ന സമയത്ത് നമ്മൾ തടയണം. അന്ധവിശ്വാസം ആവശ്യമില്ല. ദൈവം നമുക്ക് ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എന്തിനാണ് അമ്പലങ്ങളിലേക്ക് പോകുന്നത്? ഞാനൊക്കെ അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിലേക്ക് പോകുന്നത് ആ ഒരു അന്തരീക്ഷത്തിൽ ഒരു സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് ഓരോ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്തും ഞാൻ അവിടുത്തെ കൺസ്ട്രക്ഷൻ, അവിടെയുള്ള മരങ്ങൾ, പിന്നെ അവിടുത്തെ കുത്തുപണികൾ, പിന്നെ എനിക്ക് അവിടെ നിന്ന് വരുന്ന ചന്ദനത്തിൻ്റെ മണം, അങ്ങനെ കുറേ അന്തരീക്ഷങ്ങൾ ഇഷ്ടമുണ്ട്. അതുമാതിരി ക്രിസ്ത്യൻ പള്ളികളിൽ, നമ്മൾ ചർച്ചുകളിൽ പോകുന്ന സമയങ്ങളിൽ നമ്മൾ അവിടെ അങ്ങനെ ചെല്ലുമ്പോൾ കുന്തിരിക്കത്തിൻ്റെയും പിന്നെ ആ ഭയങ്കര സൈലൻസ് ഉണ്ട്, വളരെ നിശബ്ദത. അവിടേക്ക് ഇങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് അവിടെ ഒന്നുമല്ല, പ്രാർത്ഥനയൊന്നുമല്ല, ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ വളരെ കൂളായിട്ട് ഇരിക്കാനാണ് നമുക്ക് പറ്റുന്നത്. നന്ദി പറയാൻ മനുഷ്യന് പറ്റുന്നില്ലല്ലോ. എന്താ, നമ്മളിവിടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അമ്പലത്തിലേക്ക് വന്നു, ഒരു പള്ളിയിലേക്ക് വന്നു, ഞാൻ അങ്ങോട്ട് നടന്നു വന്നു, എനിക്ക് പറ്റിയില്ലോ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റിയില്ലോ. ഇതിനൊക്കെ എന്താ, നന്ദി ഉണ്ടാവണം. അത് നമുക്കറിയില്ല, അതാണ് കുഴപ്പം. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ ഒരു ജീവിതത്തിൽ എന്തിനും ഏതിനും പഴിചാരിക്കൊണ്ടിരിക്കുന്ന കാലം കൊണ്ട് പ്രശ്നങ്ങളും വരികയാണ്. പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലതൊക്കെ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കമൻറ്റിൽ പറയാം. ഓക്കെ.